നമസ്കാരം, ഞാൻ അഖിൽ ടാഗോർ. ലിനൻ സെന്റർ എന്ന് പറയുന്ന ലിനൻ എക്സ്ക്ലൂസീവ് ഷോറൂമുകളുടെ ഫൗണ്ടറാണ്. ഞങ്ങൾ മൊത്തത്തിൽ 3 പേരാണ് ഇതിൻ്റെ സാരഥികൾ എന്ന് പറയുന്നത്. എൻ്റെ ആശയം ലിനൻ സെന്റർ അല്ലെങ്കിൽ ലിനൻ പ്രൊഡക്ഷൻ എന്നുള്ള ആശയം എൻ്റെ സഹപ്രവർത്തകരായ 2 പേരിലേക്ക് കൂടി സംവേദിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു പാഷൻ അവർ മനസ്സിലാക്കുകയും എന്നാൽ 3 പേർക്കും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യാം എന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ലിനൻ സെന്റർ എന്ന സ്ഥാപനം ഉടലെടുക്കുകയും ഓൺ പ്രൊഡക്ഷൻ എന്നുള്ള ആശയം പ്രാവർത്തികമാക്കുകയും ചെയ്തത്. ഇത് ചേർത്തലയിൽ ഒറ്റപ്പുന്ന ബൈപ്പാസ് മനോരമ ജംഗ്ഷൻ റോഡുണ്ട്. ഹൈവേയിൽ നിന്ന് നാഷണൽ ഹൈവേയിൽ നിന്ന് ചേർത്തല ടൗണിലേക്ക് കയറുന്ന റോഡിലാണ് മനോരമ ജംഗ്ഷൻ എന്ന് പറയുന്ന ജംഗ്ഷനടുത്ത് റിലയൻസ് സ്മാർട്ട് പോയിന്റിന് ഓപ്പോസിറ്റ് ആണ് ലിനൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് കഴിഞ്ഞാൽ ലിനൻ സെന്റർ ചേർത്തല എന്ന് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ് ലിനൻ സെന്റർ ചേർത്തലയുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി ഷോറൂം എന്ന് പറയുന്നത് MC റോഡില്, തിരുവല്ല ചങ്ങനാശ്ശേരി റോഡില്, ചങ്ങനാശ്ശേരിയിലെ ലായിക്കാട് ബൈപ്പാസ് ഉണ്ട്. ആ ബൈപ്പാസിൽ ഇരിക്കുന്ന ഒരു ബിൽഡിങ്ങിലാണ് ചങ്ങനാശ്ശേരി ലിനൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. 3ാമത് ഞങ്ങളുടെ ഷോറൂം വരുന്നത് കോട്ടയത്താണ്. കോട്ടയം മുനിസിപ്പൽ ഓഫീസിനോട് ചേർന്ന് ഈ YMCA റോഡില്, ഒന്നുകൂടി സ്പഷ്ടമായിട്ട് പറഞ്ഞാൽ ശീമാട്ടി റൗണ്ട് അബൌട്ട് കഴിഞ്ഞ് 2ാമത്തെ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ഓഫ് കല്യാൺ ജുവലേഴ്സ്, കല്യാൺ സിൽക്സ് അല്ല, ഓപ്പോസിറ്റ് ഓഫ് കല്യാൺ ജുവലേഴ്സിലാണ് ലിനൻ സെന്റർ കോട്ടയം സ്ഥിതി ചെയ്യുന്നത്. ഇത് 3മാണ് നിലവിൽ ഞങ്ങൾക്കുള്ള ഒഫീഷ്യൽ ഷോറൂംസ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കുറെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു സംരംഭമായിട്ടല്ല ലിനൻ സെന്ററിനെ ഞങ്ങൾ ആരും നോക്കി കാണുന്നത്. കാരണം ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ലിനൻ എക്സ്ക്ലൂസീവ് ഷോറൂമിന്റെ, കേരളത്തിലെ ആദ്യ ഷോറൂമിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാലത്ത് വന്നൊരു തോട്ടാണ് ശരിക്കും ലിനൻ സെന്ററിന്റെ ആധാരം എന്ന് പറയുന്നത്. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത്, പേരെടുത്ത് ഞാൻ പറയുന്നില്ല, പ്രമുഖനായ ഒരു വ്യക്തി അവിടെ വസ്ത്രങ്ങൾ, നമ്മൾ ഡ്രസ് മെറ്റീരിയൽസ് വാങ്ങിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഡ്രൈവർ കൂടെ വരികയും അദ്ദേഹം എന്നോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം, നമുക്കൊന്നും ഇത് അഫോർഡബിൾ അല്ലല്ലോ, നമ്മൾ സാധാരണക്കാരല്ലേ, നമ്മളെ കൊണ്ട് ഇത് താങ്ങത്തില്ലല്ലോ എന്ന് പറഞ്ഞ ആ ഒരു തോട്ടിൽ നിന്നാണ് എന്തുകൊണ്ട് സാധാരണക്കാരിലേക്ക് ഇത് എത്തിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്ത വളരുകയും അതിനെ ബേസ് ചെയ്ത് ഞാൻ കുറച്ച് പഠിക്കുകയും ചെയ്തത്. ഒരു 16 വർഷത്തെ എൻ്റെ നിരന്തരമായ ആഗ്രഹത്തിന്റെ പുറകെയുള്ള ഓട്ടമാണ് ലിനൻ സെന്റർ ഇന്ന് കാണുന്നത്. കാരണം ഒരു സുപ്രഭാതത്തിൽ ഗൾഫിൽ നിന്ന് കുറെ പൈസ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഇവിടെ തുടങ്ങിയൊരു സ്ഥാപനം അല്ല. ശരിക്കും ഗൾഫിൽ നിന്ന് ജോലി ചെയ്ത് അത്രയും വർഷവും എന്നെ അവിടെ നിൽക്കാനും ജോലി ചെയ്യാനും പ്രേരിപ്പിച്ച സ്വപ്നമാണ് ശരിക്കും ലിനൻ ഇനി സാധാരണ ജനങ്ങളിലേക്ക് എന്ന ഒരു വാക്ക്. ഫീൽ ദ കംഫർട്ട് എന്നായിരുന്നു ലിനൻ സെന്ററിന്റെ ഒരു ടാഗ് ലൈൻ. എന്നാൽ നമ്മൾ ഇതിലേക്ക് എത്തിച്ച വ്യക്തിയുടെ വാക്കുകൾ തന്നെ വരണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ശരിക്കും ലിനൻ ഇനി സാധാരണ ജനങ്ങളിലേക്ക് എന്നൊരു കൺസെപ്റ്റ് തന്നെ ടാഗ് ലൈൻ ആക്കിയത്. അതിൽ ഞങ്ങൾ 3 പേരും ഞങ്ങളുടെ പോളിസി ആ ഒരു ബേസിലാണ് തയ്യാറാക്കിയിരിക്കുന്നതും ഇതുവരെ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. എന്തുകൊണ്ട് ലിനൻ ഇനി സാധാരണ ജനങ്ങളിലേക്ക്? അതായത് ലിനൻ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം കൈകാര്യം ചെയ്യാനും ഉപയോഗിക്കാനും ഉള്ള ഒരു വസ്ത്രമാണ്, അവർക്ക് മാത്രമേ ഇത് അഫോർഡബിൾ ആവുള്ളൂ എന്നുള്ള രീതി എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇതിന്റെ പ്രൈസിങ്ങിനെ കുറിച്ച് എന്തുകൊണ്ട് ഇത്രയും പ്രൈസിങ് വരുന്നത് ചിന്തിച്ചപ്പോഴാണ് ഒരു 4, 5, 6 കൈമറിഞ്ഞാണ് ലിനൻ ശരിക്കും കസ്റ്റമറിലേക്ക് എത്തുന്നത്. എന്നാൽ എങ്ങനെ അത് ഒഴിവാക്കാം എന്നുള്ള ചിന്തയിൽ ലിനൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു വഴി മാത്രമാണ് കണ്ടത്. പക്ഷേ പെട്ടെന്നൊരു ദിവസം ചെന്നിട്ട് ലിനൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ആയിരുന്നില്ല. അതായത് ഗൾഫിൽ നിന്ന് അത്രയും വർഷങ്ങളും നമ്മുടെ പഠനവും നാട്ടിൽ വരുമ്പോൾ ഉള്ള ചിന്തകളും യാത്രകളും എല്ലാം ലിനൻ എങ്ങനെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. സ്വന്തം യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴും അന്നും അപ്രാപ്യമാണ്. നമുക്ക് ലീസ് ചെയ്യാം, ലീസിനെടുക്കാം, അതിനാരെങ്കിലും തയ്യാറാവണം, ഇതിനെക്കുറിച്ച് പഠിക്കണം, മിഷനറീസിനെ കുറിച്ച് പഠിക്കണം, യാണിനെ കുറിച്ച് പഠിക്കണം. വളരെ എളിമയോട് തന്നെ പറയാം, ഇപ്പോഴും ലിനൻ പ്രൊഡക്ട്സിനെ കുറിച്ചോ നല്ല രീതിയിൽ അറിയാമെങ്കിലും മറ്റു പ്രൊഡക്ട്സിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ വലിയ അറിവൊന്നുമില്ല. കാരണം നമ്മുടെ പാഷൻ ഇതായിരുന്നു. അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്ന പോലെ നമ്മളെ ഉറക്കത്തിൽ നമ്മൾ കാണുന്ന അല്ല സ്വപ്നം, ശരിക്കും നമ്മളെ ഉറങ്ങാൻ വിടാത്തതാണ് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത്. അങ്ങനെ കുറെ ഉറക്കമില്ലാത്ത രാത്രികളുടെ ഫലമായിട്ട് വന്ന ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ് ലിനൻ. അപ്പൊ ഇതൊരു ബിസിനസ് ആയിട്ടല്ല ഞങ്ങൾ 3 പേര് ഇത് കാണുന്നത്, ഇത് ഞങ്ങളുടെ പാഷനാണ്. ആ പാഷന്റെ റിസൾട്ടാണ് ശരിക്കും ഞങ്ങളുടെ എല്ലാ ലിനൻ സെന്റർ ഷോറൂമുകളിലും ഞങ്ങളുടെ കസ്റ്റമറിലേക്ക് കാണാൻ സാധിക്കുന്നത്, കസ്റ്റമറിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട്
ലിനൻ സെന്റർ എന്ന് ചോദിക്കുന്ന, എന്തിന് ലിനൻ സെന്റർ എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള വ്യക്തമായ ഒരു 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 എളിയ മറുപടി എന്ന് പറയുന്നത് ലിനൻ ഇനി സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പാഷനാണ് ലിനൻ സെന്റർ എന്നുള്ളതാണ്. പലർക്കും ഒരു ധാരണയുണ്ട് ലിനൻ വൈറ്റ് കളറാണ് ഒറിജിനൽ, അത് ലിനന്റെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഈ ബേജ് ഇതാണ് ലിനന്റെ പ്യുവർ കളർ എന്ന് പറയുന്നത്. അതായത് ഒറിജിനൽ, യാതൊരു ബ്ലീച്ചും ഇല്ല, യാതൊരു കളർ ഡൈയിങ്ങും ഇല്ലാത്ത നാച്ചുറൽ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ കാണുന്ന അത്രയും കളേഴ്സ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഡൈ ചെയ്ത് വരുന്ന യാണുകളാണ്. ഞങ്ങൾ ചെയ്യുന്നത് ഇതുപോലുള്ള യാണുകൾ എടുത്തിട്ട് നമ്മൾ വീവ് ചെയ്യുമ്പോൾ അതിനെ യാൺ ഡൈ വീവിങ് എന്നാ പറയുന്നത്. നേരെ മറിച്ച് ഈ നാച്ചുറൽ ഫൈബറിൽ നിന്നുള്ള യാൺ ഉപയോഗിച്ചിട്ട് നമ്മൾ വീവ് ചെയ്തിട്ട് ആ വീവ് ചെയ്ത് കിട്ടുന്ന ഫൈനൽ പ്രോഡക്റ്റിനെ നമ്മൾ ഡൈ ചെയ്യുമ്പോൾ അതിനെ പീസ് ഡൈ അഥവാ PD എന്നും പറയും. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഈ യാൺ ഡൈ വീവിങ് ആണ്. നമുക്ക് ആവശ്യമനുസരിച്ചുള്ള കളറുള്ള യാണുകൾ ഉപയോഗിച്ച് ഡൈ ചെയ്യുന്ന രീതിയാണ് YD എന്ന് പറയുന്നത്. സോ ലിനൻ സെന്ററിന്റെ എല്ലാ ഷോറൂമുകളിലും യാൺ ഡൈ ഫാബ്രിക്കുകളും പീസ് ഡൈ ഫാബ്രിക്കുകളും അവൈലബിൾ ആണ്. ഇതാണ് ഇതിന്റെ നാച്ചുറൽ ഷെയ്ഡ് എന്ന് പറയുന്നത്. 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഒരു പ്ലാന്റിൽ നിന്നും, അതായത് 8 feet 8 അടി വലിപ്പമുള്ള ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് അത് ചീച്ച് അതിന്റെ പോള അല്ലെങ്കിൽ സ്കിന്ന് റിമൂവ് ചെയ്ത് നമ്മുടെ നാട്ടിലെ തൊണ്ട് തല്ലി അതിന്റെ നാരെടുക്കുന്ന പോലെ പ്രോസസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ സ്റ്റെമ്മിന്റെ നാരാണ് ലിനൻ എന്ന് പറയുന്ന ഫാബ്രിക്കിന്റെ യാൺ എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പോൾ ട്രെൻഡായി നിൽക്കുന്നത് പ്രിന്റുകൾ തന്നെയാണ്, ഒരു സംശയമില്ല. ഇപ്പോഴത്തെ ട്രെൻഡാണ് താരം. അതായത് ഇതുപോലുള്ള ബ്ലാക്കിലൊക്കെ നല്ല എലഗന്റ് പ്രിന്റ്സ് ലിനനിൽ വന്നാൽ അസാധ്യ ഭംഗിയാണ്. വൈറ്റിന്റെ അറിയാലോ, കിങ് ഓഫ് ലിനൻ എന്ന് പറയുന്നത് വൈറ്റ് തന്നെയാണ്. അതിലും ധാരാളം പ്രിന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് പ്രിന്റുകളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ വരുന്ന പ്രിന്റുകൾ ഇങ്ങനെയുള്ള പ്രിന്റുകൾ ശരിക്കും ലിനൻ ഫാബ്രിക്കിന്റെ ആ ഒരു എലഗന്റ് ലുക്കിൽ ഇങ്ങനെയുള്ള പ്രിന്റുകൾ വരുമ്പോൾ ഒരു സംശയം വേണ്ട, അതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഷർട്ടിങ്ങിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ലേഡീസ് ടോപ്പിലേക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്നുള്ളതാണ്. ഈ നമ്മുടെ ലിനൻ സെന്റർ ചേർത്തലയിലും ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തും ധാരാളം ഏകദേശം 415ഓളം വെറൈറ്റീസ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ലിനൻ സെന്ററിന്റെ ചങ്ങനാശ്ശേരി ഷോറൂമിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലിനൻ കളക്ഷനുള്ള ഷോറൂം എന്നുള്ളത് നമ്മുടെ ലിനൻ സെന്ററിനാണ് കിട്ടിയിരിക്കുന്നത്. അത് ലിനൻ സെന്ററിലെ ചങ്ങനാശ്ശേരി ഷോറൂമിനാണ്. ഏകദേശം 650 മേൽ വെറൈറ്റീസ് ഇവിടെ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഒരു വ്യൂവേഴ്സിന്റെ ഭാഗത്തു നിന്ന് അത്രയെങ്കിലും ആണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, കേരളത്തിലെ വേറെ ഏത് ലിനൻ ഷോറൂമിൽ പോയാലും സംഭവിക്കുന്ന ഇതാണ്, അവിടെ ചെന്നല്ലോ എന്നുള്ള കാരണത്താൽ പർച്ചേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ. പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട കളർ അവിടെ ഉണ്ടാവാറില്ലെങ്കിലും ചെന്നസ്ഥിക്ക് ഒരെണ്ണം എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥ. എന്നാൽ ലിനൻ സെന്ററിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞങ്ങളുടെ ഒരു പോളിസി അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പ്രോമിസ് ഇതാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയാൽ മതി, കഷ്ടപ്പെട്ട് വാങ്ങണ്ട. അതായത് അത്രയും വെറൈറ്റീസ്, റെഡിന്റെ വെറൈറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ യെല്ലോസിന്റെ വെറൈറ്റീസ്, ബ്ലൂവിന്റെ വെറൈറ്റീസ്, അങ്ങനെ ആ കളറിന്റെ ആ പ്ലേറ്റ്ലെറ്റ് അങ്ങനെ വെച്ചിരിക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ശരി, ഈ ഡിസൈൻ ഫാബ്രിക് നമുക്കൊന്ന് ഷർട്ടായിട്ട് കാണാം. എന്നാലേ നമ്മൾ എല്ലാവർക്കും ഒരു ഡിസൈൻ ഒരു ഷർട്ടായിട്ട് ഇമാജിൻ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. നമ്മുടെ ചെറിയൊരു പൊടിക്കൈ കാണിക്കാം. അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമുക്ക് ഷർട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതാ ഇങ്ങനെ വരും. വേണ്ട, ഇതിപ്പോ ബ്ലാക്കിലാണ് നമ്മൾ കണ്ടേ. നമ്മുടെ ബോഡി മെഷർമെന്റ് എടുത്ത് ഇതുപോലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയ പ്രിന്റ് ഫാബ്രിക് ഉപയോഗിച്ചിട്ട് നമ്മളത് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആയിരിക്കും. കാരണം നമ്മുടെ പരിസരവും നമ്മുടെ സാഹചര്യങ്ങളും നമ്മളെ അനുകൂലമായ രീതിയിലാണെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം കൂടുക തന്നെ ചെയ്യും. അതുപോലെയാണ് വസ്ത്രത്തിന്റെ കാര്യങ്ങൾ. നമ്മുടെ വസ്ത്രം, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയാൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം പൂർണ്ണതയിലെത്തും. യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ. ലിനനില്, പ്യുവർ ലിനനില് എപ്പോഴും രാജാവെന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നത് വൈറ്റിനെ തന്നെയാണ്. കിങ് ഓഫ് ലിനൻ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ആണ്. അത് ലിനൻ സെന്ററിന്റെ വൈറ്റ് മാത്രമല്ല കേട്ടോ, ഏതൊരു ലിനൻ കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിനനും അതിൻ്റെ ഒരു പ്രൗഢി ഉണ്ടാവും, പ്യുവർ ലിനൻ ആണെങ്കിൽ. എന്നാൽ ലിനൻ സെന്ററിന്റെ ലിനന്റെ പ്രത്യേകത എന്താണെന്ന് പറയാമല്ലോ. നമ്മുടെ ഓരോ ലിനൻ ഫാബ്രിക്കിലും അതിന്റെ ക്വാളിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് ലിനൻ സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന എല്ലാ ഫാബ്രിക്കിലും അതിന്റെ ക്വാളിറ്റി നമ്മൾ വീവ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ഫാബ്രിക്കിന്റെ ഇങ്ങനെ അറ്റം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 44 ലീ എന്നുണ്ട്, കണ്ടല്ലോ. എന്താണ് ലീ എന്ന് ഞാൻ പറഞ്ഞു തരാം. 44 ലീ 100% പ്യുവർ ലിനൻ. 60 ലീ ഉണ്ട്, 70 ലീ ഉണ്ട്,
80 ലീ ഉണ്ട്, ഇത് 100 ലീ ആണ്, 125 ലീ, 150 ലീ. എന്താണ് ലീ? അതുകൂടി ഒന്ന് പറയാമല്ലോ. അതായത് 1 ഇഞ്ച് സ്ക്വയറിൽ പോകുന്ന ഊടും പാവും എന്ന് പറയുന്ന യാണിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇഴകളുണ്ടല്ലോ, അത് ഉപയോഗിച്ചേക്കുന്ന യാണിന്റെ കൗണ്ടാണ് ലീ എന്ന് പറയുന്നത്. 1 ഇഞ്ച് എന്നുള്ള കോൺസ്റ്റന്റ് ആയിരിക്കും. ആ 1 ഇഞ്ചിൽ 44 ലീ എന്ന് പറയുമ്പോൾ യാൻ കൗണ്ട് 44 ആണ്. അടുത്തത് 60 ലീ എന്ന് പറയുമ്പോൾ യാൻ കൗണ്ട് 60 ആണ്. 70 ലീ, അങ്ങനെ 150 ലീ വരെയുണ്ട്. ലീ കൂടുന്നതനുസരിച്ച് ഇതിന്റെ ഫാബ്രിക്കിന്റെ കനം കുറയും, ഫൈനസ്റ്റ് ലിനനിലേക്ക് പോകും. അല്ലെങ്കിൽ മറ്റേ തരത്തിൽ പറഞ്ഞാൽ ഫാബ്രിക് വീണ്ടും ഫൈനസ്റ്റ് ആകും, ഇഴയെടുപ്പം കൂടും, നല്ല ഫീല് കൂടും, ഇടാൻ ഭയങ്കര ഒരു അപ്പുപ്പന്താടി പരുവം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഒരു 100 ലീക്ക് മുന്നോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ഇതുപോലുള്ള നല്ല നല്ല പ്രിന്റുകളാണ് ഇപ്പോൾ ട്രെൻഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ലിനന്റെ പ്യുവർ ലിനനിൽ ശരിക്കും പേസ്റ്റൽ കളേഴ്സിലായാലും സോൾഡ് കളേഴ്സിലായാലും ഡിജിറ്റൽ പ്രിന്റ് അതുപോലെ കൺവെൻഷണൽ പ്രിന്റ് ഒക്കെ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കുമ്പോൾ അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്, അതിന്റെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു എലഗന്റ് ലുക്കായി തന്നെ മാറുന്നുള്ളതാണ്. 1-2 ഫാബ്രിക് നമുക്ക് പരിചയപ്പെടാം. ഇതാ ഈ കാണുന്ന ഫാബ്രിക്സ് ഒക്കെ ആണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ്, അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് നമ്മുടെ എല്ലാ ഷോറൂംസിലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ശരിക്കും ഇത് ഊടും പാവും രണ്ടും 2 യാൺ വന്നിട്ട് അതിൽ പ്രിന്റ് വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊരു ഡബിൾ ഷെയ്ഡ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണെന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് മാജിക് പ്രിന്റ്സ് എന്ന് പറയുന്നത്. അതായത് വെള്ള ഫാബ്രിക്കാണ്, അത് കൊണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അപ്പാരൽസ്, ഷർട്ട് ആയാലും ടോപ്പ് ആയാലും നമ്മൾ അതിട്ട് സൺലൈറ്റിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് ഉള്ള ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഫുൾ ഡിസൈൻ ആകും ആ വൈറ്റിൽ. തിരിച്ച് വീണ്ടും നമ്മൾ ഇൻസൈഡ് ദ റൂം അൾട്രാ വയലറ്റിന്റെ പ്രസൻസ് ഇല്ലാത്ത സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് ആയി മാറും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സൺലൈറ്റ് റൂമിനകത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഫാബ്രിക് പ്യുവർ വൈറ്റ് ആണ്. ഈ പ്യുവർ വൈറ്റ് ഫാബ്രിക്കിൽ അൾട്രാ വയലറ്റ് ലൈറ്റ് ആണിത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലോ, പ്യുവർ വൈറ്റിന്റെ സ്ഥാനത്ത് ഇതുപോലെ പ്രിന്റുകൾ വരും. ഇങ്ങനെയുള്ള മാജിക് പ്രിന്റ്സ് എന്ന് നമ്മൾ പറയാ. 1 സെക്കൻഡ് ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരിക. വീണ്ടും നമ്മൾ ആദ്യം കാണിച്ച സ്ഥലത്ത് മങ്ങിപ്പോകും, 1 സെക്കൻഡിൽ പൂർണ്ണമായി മങ്ങിപ്പോകും എന്നുള്ളതാണ്. സാധാരണ ഒരു ലിനൻ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ കേരളത്തിൽ നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും ശരി, നമുക്കൊരു 10-50 ഡിസൈൻസ് അല്ലെങ്കിൽ 10-20 ഡിസൈൻസ് നമുക്ക് ഷർട്ട്സ് കാണാൻ പറ്റുള്ളൂ. എന്നാൽ ലിനൻ സെന്ററിന്റെ ഏത് ഷോറൂമിൽ പോയി കഴിഞ്ഞാലും ശരി, നമ്മൾക്ക് ഇത്രയും വൈഡ് റേഞ്ച് ഓഫ് ലിനൻ ഏകദേശം 100 ഡിസൈൻസ് നമുക്ക് കാണാൻ സാധിക്കും. അത് എല്ലാ സൈസിലും ലഭ്യമാണ്. മാത്രമല്ല, ഇപ്പൊ റെഡിമെയ്ഡ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കളർ അല്ലെങ്കിൽ ഫാബ്രിക് ഉണ്ട്, റെഡിമെയ്ഡ് പോലെ തന്നെ ബ്രാൻഡ് ബട്ടൺ വിത്ത് ലോഗോ ഒക്കെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നും അല്ല കേട്ടോ. 20% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ആണ്. അതായത് 1990 എന്ന് പറയുന്ന ഒരു ഓഫർ പ്രൈസ് നമ്മൾ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2399 1990 പ്രൈസ് ആക്കിയിരുന്നു. ഇപ്പോൾ അതിൽ നിന്നും 20% ഓഫർ നമ്മൾ ചെയ്തിട്ടുണ്ട് റെഡിമെയ്ഡ്സിന്. സോ മികച്ച ഓഫറാണ്, മികച്ച ഉൽപ്പന്നങ്ങളാണ്. നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യേണ്ടതാണ്. അത്രയും കളക്ഷൻസ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ലിനൻ എന്ന് പറയുന്നത് ഒരു മെൻസ് ഓറിയന്റഡ് ബിസിനസ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ ലിനൻ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഏത് ഷോറൂമിൽ ചെന്നാലും ശരി നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറെ ആണുങ്ങൾക്കുള്ള മെയിൽ ഓറിയന്റഡ് ഉള്ള ഐറ്റംസ് ആണ്, ലൈക്ക് ഷർട്ട് ആയാലും ഫാബ്രിക്സ് ആയാലും. എന്നാൽ ലിനൻ സെന്ററിന്റെ ഏത് ഷോറൂം നോക്കി കഴിഞ്ഞാൽ ശരി, ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് ലേഡീസ് വെയർസിന്. കാരണം ആണുങ്ങളെ അപേക്ഷിച്ച് ശരിക്കും ലേഡീസ് ആണ് കൂടുതൽ സ്വെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോഡി ഹീറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നല്ല ശരിക്കും കൂളായിട്ടിരിക്കാൻ ലിനന്റെ ഫാബ്രിക് ഉണ്ടാക്കിയ ഇതുപോലുള്ള നല്ല കുർത്തികള്, നല്ല സാരികള്, അല്ലെങ്കിൽ സാരി ബ്ലൗസുകള്, ഇങ്ങനെയുള്ള ഡെയിലി വെയേഴ്സ്, നൈറ്റ് വെയേഴ്സ്, ഇങ്ങനെ ഒരുപാട് ലിനൻ ഐറ്റംസ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. വിവിധങ്ങളായ വെറൈറ്റി കളേഴ്സിൽ. പിന്നെ ഇതൊക്കെ കസ്റ്റം മെയ്ഡ് ആണ്. കറക്റ്റ് ഒരു സൈസിൽ 1-2 അത്രേ ഉണ്ടാവുള്ളൂ എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകതകൾ. സോ മറ്റു പല ഷോറൂമുകളിൽ നമ്മൾ ഏതെങ്കിലും ടോപ്പുകളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ഫംഗ്ഷന് ചെല്ലുമ്പോൾ ഒരു 4-5 ആളുകൾ ഒരേ ഡിസൈനിൽ ഒരേ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ആ ഒരു ഡിസ്കംഫർട്ട് നമുക്ക് ഉണ്ടാകില്ല. ലിനൻ സെന്ററിന്റെ ഫാബ്രിക് എല്ലാം യുണീക്സ് ആണ്. ലിനൻ സെന്ററിന്റെ പ്രോഡക്ട്സും യുണീക്സ് ആണെന്നുള്ളതാണ്. ഇവിടെ ഇത്രയും കളക്ഷൻസ് ഞാൻ പറയണു, 400 ഡിസൈനിൽ മേൽ സാരികൾ ലിനൻ സെന്റർ ചങ്ങനാശ്ശേരിയിൽ അവൈലബിൾ ആണ്. അതുപോലെ ഒരു 150 മേൽ ഡിഫറെന്റ് ആയിട്ടുള്ള ദുപ്പട്ടകൾ നമ്മുടെ കോട്ടയം ഷോറൂമിലും ചങ്ങനാശ്ശേരി ഷോറൂമിലും ചേർത്തല ഷോറൂമിലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
വന്ന് കണ്ട് ഇഷ്ടപ്പെടാം, തൊട്ട് നോക്കി ഫീൽ ചെയ്ത് പർച്ചേസ് ചെയ്യാം. നമുക്ക് നിങ്ങൾക്ക് ഇട്ട് നോക്കാം, സൈസുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഫാബ്രിക് വാങ്ങിച്ച് ഇതുപോലെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ബോഡി മെഷർമെന്റ് എടുത്ത് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുന്നതാണ്, കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. ഇവിടെ ഫുള്ളി കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് അവൈലബിൾ ആണെന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. ഇപ്പോൾ ഇത് കോട്ടയം ഷോറൂമിന്റെ, നമ്മുടെ ലിനൻ സെന്റർ ഷോറൂമിന്റെ 3rd ഫ്ലോർ, അതായത് 3rd ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒട്ടനവധി റെഡിമെയ്ഡ് കളക്ഷൻസ് ആണ് നമ്മളിവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം 370 ടൈപ്പ് ഡിസൈൻ റെഡിമെയ്ഡ് ഷർട്ട്സ്, 400ഓളം സാരികൾ, അല്ലെങ്കിൽ ദുപ്പട്ടകൾ, റെഡിമെയ്ഡ് കുർത്തികൾ, അങ്ങനെ ധാരാളം കളക്ഷൻസ് ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു പ്രത്യേകത 20% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓഫർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് 3 ഫ്ലോറിലായിട്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ആദ്യത്തെ 2 ഫ്ലോറിലും ഫാബ്രിക്കുകളാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ പ്ലെയിൻ ഫാബ്രിക്സ് ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ മെസൻ ഫ്ലോറിലേക്ക് വരുമ്പോൾ ശരിക്കും എല്ലാ ടൈപ്പ് ഓഫ് പ്രിന്റ് ഫാബ്രിക്സും ഉണ്ട്. ദെൻ നമ്മുടെ ലാസ്റ്റ് ഫ്ലോർ ആൻഡ് ടോപ്പ് ഫ്ലോറിൽ വരുന്നത് റെഡിമെയ്ഡ്സ് ആണെന്നുള്ളതാണ്. സോ കോട്ടയത്തിന്റെ പ്രൗഢിക്ക് അനുയോജ്യമായതും അനുസൃതമായിട്ടുള്ളൊരു ഷോറൂമാണ് ലിനൻ സെന്റർ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യുക. നമ്മുടെ ലിനൻ സെന്ററിന്റെ ഷോറൂമിലെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റാണിത്. അതായത് നമ്മുടെ വിദഗ്ധരായ സഹപ്രവർത്തകർ നിങ്ങളിലേക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഫാബ്രിക് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി എത്തിക്കുന്ന സ്ഥലം. ഒന്നുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ, ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ എല്ലാം, ഷോറൂമുകളുടെ എല്ലാം അപ്സ്റ്റെയറിലോ അല്ലെങ്കിൽ നേരെ അതിനോട് ചേർന്ന് തന്നെ സ്റ്റിച്ചിങ് സെന്ററുകൾ ഞങ്ങൾ തന്നെ ഉണ്ടാവും. നല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീനറീസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫുള്ളി എക്യുപ്പഡ് ആണ്. നല്ല കംഫർട്ടിൽ ഇരുന്ന് നമ്മുടെ സഹപ്രവർത്തകർ സ്റ്റിച്ച് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഫുൾ പ്രൊഡക്ടിവിറ്റി കിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ ഫുൾ AC അല്ലെങ്കിൽ ഏറ്റവും പുതിയ മെഷീനറീസ് ആണ് ഇവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഫൈനൽ ഔട്ട്പുട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. എല്ലാ കസ്റ്റമേഴ്സും ഹാപ്പി ആയിരിക്കും. ഞാൻ നിൽക്കുന്നത് ഇത് ശരിക്കും ഒരു ബട്ടണിങ് മെഷീനാണ്. നമ്മൾ ജസ്റ്റ് ഒരു ബട്ടണിൽ എന്തിരിക്കുന്നു ചോദിക്കാം. വളരെ ചെറിയൊരു പ്രൊഡക്റ്റ്, പക്ഷേ ഈ ബട്ടൺ അല്ലെങ്കിൽ ബട്ടണിന്റെ ഹോള് അത് ചെയ്യുന്ന മെഷീൻസ് ആണ് ഇത് രണ്ടും ഉള്ളത്. അതായത് നമ്മുടെ ബട്ടൺസിന് കുഴപ്പമുണ്ട്. ഇതിലെ നൂല് സാധാരണ ഒരു നൂല് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കും. അതിലിങ്ങനെ പിടിച്ച് വലിച്ചാൽ കംപ്ലീറ്റ് ആ ബട്ടൺസ് പുറത്തേക്ക് പോകുന്ന ഒരു സമ്പ്രദായമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊരു മാറ്റം പറഞ്ഞ് ചിന്തിച്ചിട്ട് നമ്മുടെ വിപണിയിലുള്ളതിൽ കോസ്റ്റ് വൈസ് കുറച്ച് കൂടുതലായിരിക്കാം, പക്ഷേ അതിന്റെ ഔട്ട്പുട്ട് കറക്റ്റ് അടിപൊളിയായിരിക്കും. അതായത് ഒരു കാരണവശാലും ഈ നൂല് പൊന്തി നിൽക്കുകയോ ഇങ്ങനെ വലിച്ചാൽ ബട്ടൺസ് പുറത്തേക്ക് കൊഴിഞ്ഞു പോവുകയോ ചെയ്യാത്ത രീതിയിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മെഷീനറീസ് ആണ് ഇത് രണ്ടും ഉള്ളത്. ഇത് നമുക്ക് ബട്ടൺ ഹോൾ ചെയ്യുന്നതിനും ഇത് ബട്ടൺസ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള മെഷീൻസ് ആണ്. അത് ഇന്ന് ഈ മാർക്കറ്റിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് മെഷീൻസ് ആണ്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന ഷർട്ട് ആയാലും അതുപോലെ ലേഡീസ് അപ്പാരൽസ് ആയാലും ശരി, അതിലെ ബട്ടൺസിന്റെ ഭാഗവും ബട്ടൺസിന്റെ ഹോളിന്റെ ഭാഗവും പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്യൂസിങ്ങുകളും അതിന് ലൈനിങ്ങുകളൊക്കെയാണ്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന ഷർട്ടുകൾ അല്ലെങ്കിൽ അപ്പാരൽസ് ഏതായിക്കോട്ടെ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതിന്റെ ആക്സറീസ് ഒന്നും സംഭവിക്കില്ല. ഈ ഷർട്ടിന്റെ ശരിക്കും 100% ലിനൻ ആണെങ്കിൽ നമ്മളിങ്ങനെ 100% എന്നുള്ള ടാഗ്സ് വെക്കുന്നുണ്ട്, ഈ ലേബിൾസ് വെക്കും. അത് റെഡിമെയ്ഡ്സിൽ എല്ലാത്തിലും ഉണ്ടാവും. അതുപോലെ ഇവിടെ കസ്റ്റം ആയിട്ട് തയ്ക്കുന്ന ഷർട്ട്സിനും ഇതുപോലെ 100% പ്യുവർ ലിനൻ ഉണ്ടാവും. മാത്രമല്ല ഇതിന് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇങ്ങനെ ഒരു QC ചെക്ക് ചെയ്യുന്ന ഒരു പേപ്പറാണ്. വാഷ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടാവും. മാത്രമല്ല ഇൻസ്ട്രക്ഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 പേര് QC ചെക്ക് ചെയ്യാനുള്ള കോളംസ് ഉണ്ട്. അത് ഞങ്ങളുടെ ഒരു പോളിസിയാണ്. ഈ സ്റ്റിച്ചിങ് യൂണിറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഓരോ ഷോറൂമിന്റെ മേളിലുള്ള ഓരോ ഷോറൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള യൂണിറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രൊഡക്ട്സിൽ എല്ലാത്തിലും ഇതുപോലെ ടാഗ് ഉണ്ടാവും. 3 ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ട ഡെസിഗ്നേഷൻ ഇരിക്കുന്ന ആൾക്കാർ ഓരോ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് അവരത് ഓതറൈസ് ചെയ്തിരിക്കും. കാരണം ഏറ്റവും പെർഫെക്റ്റ് ആയി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഇത്രയും രൂപ കൊടുത്ത് ഷർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതല്ല. ഇതൊരു സിസ്റ്റമാണ്. സോ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പെർഫെക്ഷൻ നമ്മൾ വിചാരിക്കുന്നത് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ ഒരു വിജയം. ശരിക്കും നമ്മുടെ ഒരു സ്റ്റീം അയൺ ടേബിളാണിത്. നമ്മൾ ഒരു കസ്റ്റമർ ഒരു ഫാബ്രിക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു 8 hours വാഷിങ് ബക്കറ്റിൽ ഡിപ്പ് ചെയ്ത് വെച്ച് രാവിലെ എടുത്തിട്ട് അത് ടെസ്റ്റ് ചെയ്യാതെ പിഴിയാതെ ഉണങ്ങി നേരെ അതായത് വിരിച്ച് ഉണങ്ങിയ ആ ഫാബ്രിക് നേരെ വരുന്ന ഈ ടേബിളിലേക്കാണ്. ഇതിനൊരു ആക്സിലേറ്റർ ഒക്കെ ഉണ്ട് താഴെ. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇങ്ങനെ താഴോട്ടൊന്ന് ഒന്ന് സക്ക് ചെയ്ത് പിടിച്ച് വന്നതിന് ശേഷം അതൊരു വാട്ടർ ബോയിലറാണ്. ബോയിലറിൽ നിന്നുള്ള
വെള്ളം ചൂടായി അതിന്റെ സ്റ്റീം ഉപയോഗിച്ചിട്ടാണിത് അയൺ ചെയ്ത് വരുന്നത്. എന്താ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല്, അതായത് ശരിക്കും ഈ പഴുപ്പിച്ച് അയൺ ചെയ്ത് പോകുന്നേക്കാൾ ഫാബ്രിക് സ്റ്റിച്ചിങ്ങിന് മുമ്പേ നമ്മൾ അയൺ ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ചുരുങ്ങില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാല് ഞങ്ങൾ വാഷ് ചെയ്ത് സ്റ്റീമറിൽ അയൺ ചെയ്ത് പിന്നെ കട്ട് ചെയ്തതിനു ശേഷം സ്റ്റിച്ച് ചെയ്യുന്ന ഫൈനൽ പ്രോഡക്ട്സ് ഒന്നും പിന്നെ നിങ്ങൾക്ക് ഷ്രിങ്കേജ് ഉണ്ടാവില്ല. അതിന്റെ ഒരു പ്രോസസ്സാണ് ഈ കാണുന്നില്ല എന്നുള്ളതാണ്. അതിൽ ആ ക്വാളിറ്റി 100% ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഓരോ സ്ഥലത്തും. പിന്നെ ഇത് ക്യൂസിക്കുള്ള ഒരാളുണ്ട്. ഞാൻ ഇതുപോലെ ഇങ്ങനെ ക്യൂസിയുടെ ഓരോ ഘട്ടവും സൈൻ ചെയ്ത് പോകും. ഈ 3 കോളങ്ങൾ ഫില്ല് ചെയ്ത് പോകുമ്പോൾ ഫൈനലി നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്തുന്ന മുമ്പ് ഈ 2 കോളങ്ങൾ ഫില്ല് ചെയ്യാറുണ്ട്. ഈ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിന്റെ ഫുൾ പ്രൊസീജിയർ കഴിയുന്നുള്ളതാണ്. ശരിക്കും ഇത് നമ്മുടെ ധോത്തികളുടെ ഒരു സോർട്ടിങ് ഏരിയയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ എല്ലാ ഷോറൂമിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ധോത്തികൾ ബാർകോഡ് ചെയ്ത് പോകുന്നത്. നമ്മുടെ മില്ലിൽ നിന്ന്, നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ് ഈ ധോത്തികളെല്ലാം. അതായത് എനിക്ക് തോന്നുന്നു ഒരു 1700ഓളം ധോത്തികൾ ഇപ്പോൾ ഇവിടെ നിലവിൽ സോർട്ടിങ്ങിന് വെച്ചിട്ടുണ്ട്. ഇത്രയും ലിനൻ ധോത്തികൾ കാണുന്ന കേരളത്തിൽ, ഇന്ത്യയിൽ മറ്റൊരു സോർട്ടിംഗ് റൂം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ടാണെന്നാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മുടെ ബ്രാൻഡ് ലിനൻ സെന്ററിന്റെ പ്രൗഡി എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഈ പ്രൗഡി എന്ന് പറയുന്ന ബ്രാൻഡ് ഇപ്പോൾ ലിനൻ ഉപയോഗിക്കുന്ന ആളുകളുടെ ഇടയിൽ, അല്ലെങ്കിൽ ലിനൻ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ചർച്ച ചെയ്യാൻ പ്രധാന കാരണം എന്ന് പറയുന്നത്, ലിനന്റെ പ്യൂർ ലിനൻ ധോത്തിയുടെ മാർക്കറ്റ് പ്രൈസ് വരുന്നത് ഒരു 5500 രൂപ മുതൽ 5900, 6200 അങ്ങനെയാണ്. നിങ്ങൾക്ക് ഏത് ലിനൻ ഷോറൂമുകളിൽ, ഏത് ബ്രാൻഡ് ലിനൻ ഷോറൂമുകളിൽ പോയാലും സാധിക്കും ആ ഒരു പ്രൈസ് റേഞ്ചാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ലിനൻ സെന്റർ പ്യൂർ ലിനൻ ധോത്തികൾ 4000 രൂപയ്ക്ക് താഴെ, ഏകദേശം മാർക്കറ്റ് പ്രൈസിനേക്കാളും 2000 രൂപയ്ക്ക് താഴെ വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. കാരണം ഇടനിലക്കാരില്ലാതെ ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷനിൽ നിന്ന് നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന 100% പ്യുവർ ലിനൻ ധോത്തീസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് മാർക്കറ്റിൽ ലഭിക്കുന്ന പ്രൈസിനേക്കാളും 2000-ലധികം രൂപ വില കുറച്ച് വിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തിന് ലിനൻ സെന്ററിൽ നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യണം? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അതിൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത്, ശരിക്കും വളരെ സാധാരണക്കാരായ കുറച്ച് ഒരു 3 ചെറുപ്പക്കാരുടെ സംരംഭമാണിത്. അപ്പോൾ നമ്മുടെ ജനങ്ങളിലേക്ക്, സാധാരണക്കാരിലേക്ക് ലിനൻ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു മോട്ടോ എന്ന് പറയുന്നത്. പ്രൈസിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ, കേരളത്തിലെ ഏത് ലിനൻ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ നൽകുന്നതിനേക്കാളും ഇവിടെ ആ ക്വാളിറ്റി മെൻഷൻ ചെയ്തിട്ടുള്ള ഫാബ്രിക്കിന് പ്രൈസിങ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അത് ഞങ്ങളുടെ അഷുറൻസ് ആണ്. 2, ഇവിടെ വിൽക്കുന്ന എല്ലാ ഫാബ്രിക്കിലും, ഇവിടെ വിൽക്കുന്ന എല്ലാ പ്രോഡക്റ്റിലും അതിന്റെ ക്വാളിറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. വിച്ച് മീൻസ് ഇവിടെ വിൽക്കുന്ന എല്ലാ പ്രോഡക്ട്സും സർട്ടിഫൈഡ് ആയിരിക്കും. നമ്മുടെ ഷോറൂമുകളിൽ എപ്പോഴും എന്തെങ്കിലും ഓഫർ ഇടുമ്പോൾ അതിന് ഒരു സ്റ്റാർ ഇട്ടിട്ട് നിബന്ധനകൾക്ക് വിധേയം, അല്ലെങ്കിൽ ഇന്ന കണ്ടീഷൻസ്, ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഒരു ഓഫർ തരാൻ എന്ന് പറഞ്ഞാൽ ആ ഓഫർ വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കും. പിന്നെ ലിമിറ്റഡ് ഓഫർ എന്ന് പറഞ്ഞാൽ ആ ലിമിറ്റഡ് ടൈം പീരീഡേ ഉണ്ടാവുള്ളൂ എന്നൊരു കുഴപ്പമേ ഉള്ളൂ. കാരണം പലപ്പോഴും ഞങ്ങളുടെ ഇയർലി ബഡ്ജറ്റിങ്ങിൽ ഞങ്ങൾ മെൻഷൻ ചെയ്യാറുള്ളത്, ഇത്ര എമൗണ്ട്, ഇത്ര പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് ലിനൻ എത്തിക്കുക, ലിനൻ ഒരു സംസ്കാരം വളർത്തിയെടുക്കുക, ലിനന്റെ ഇഷ്ടങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നൊക്കെയുള്ളതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രൈസിങ്ങിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പായിട്ടും കോംപ്രമൈസ് ചെയ്ത് മികച്ച ഉൽപ്പന്നങ്ങൾ മികച്ച പ്രൈസിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അതാണ് ലിനൻ സെന്ററിന്റെ പ്രസക്തി. അതുകൊണ്ട് തന്നെയാണ് ലിനൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലിനൻ സെന്ററിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നത്. താങ്ക് യു വെരി മച്ച്. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.